ഇന്നലെ രാത്രി 8 മണിക്കായിരുന്നു കാഷ്വാലിറ്റിയിൽ നിന്ന് പുക ഉയർന്നത്. രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഒഴിപ്പിക്കുന്നതിനിടെ 5 മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. ഇതിൽ 4 പേരുടെ മരണത്തിലാണ് സംശയം. ഓക്സിജൻ കിട്ടാതെയാണ് മരണം സംഭവിച്ചതെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടു. രോഗികളെ പുറത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു. കാരണം എമർജൻസി ഡോറ് ക്ലോസ്ഡ് ആയിരുന്നു. അത് ചവിട്ടി പൊളിച്ചാണ് ആൾ അകത്തേക്ക് കയറിയിട്ട്. റാമ്പ് ക്ലോസ് ആയിരുന്നു. റാമ്പിലൂടെ കൊണ്ടുവരേണ്ട ആളെ ഈ സ്റ്റെയറിലൂടെ എടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്, വീൽ ചെയർ. ഡോക്ടർമാരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിരുന്നില്ലേ? എല്ലാം ചോദിച്ചു. മരിച്ചതിന് ശേഷം ചോദിച്ചില്ലേ? ഞാൻ പറഞ്ഞ ഇതാണ് ഓക്സിജൻ കിട്ടാണ്ടാവും മരിക്കുന്നതെന്നാണ്. ICUലേക്ക് മാറ്റാൻ മുന്നേ മരണപ്പെട്ടിരുന്നു. ഇതിന്റെ കണക്ഷൻ വിച്ഛേദിച്ചതിന് ശേഷം ആണ് ഡെത്തായത്. വടകര സ്വദേശി ഗംഗാധരൻ, കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലൻ, ബംഗാൾ സ്വദേശി ഗംഗ, വയനാട് മേപ്പാടി സ്വദേശിനിയായ നസീറ എന്നിവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. വടകര സ്വദേശി സുരേന്ദ്രൻ മെഡിക്കൽ കോളേജിൽ എത്തും മുൻപ് തന്നെ മരിച്ചതാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതാണ് നല്ലതെന്നാണ് നമുക്കും തോന്നുന്നത്. കാരണം സംശയത്തിന്റെ പുകമറയൊന്നും വേണ്ട. നമുക്ക് എന്താണെന്ന് വെച്ചാൽ അസുഖം സീരിയസ് ആയിട്ടാണെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള സംശയാതീതമായിട്ട് നമുക്ക് എന്തെങ്കിലും അത് പ്രൂഫിന് നമുക്ക് ഒതന്റിസിറ്റി വേണമെങ്കിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കേണ്ടി വരും. 3 പേരുടെ മരണത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഒരു ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ തയ്യാറാണ്. ആ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ മുഴുവൻ വെളിപ്പെടട്ടെ. മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലുണ്ടായ അപകടം UPS പൊട്ടിത്തെറിച്ചുണ്ടായതാണെന്ന പ്രാഥമിക കണ്ടെത്തൽ. UPS ഉരുകിയതോടെയാണ് ആശുപത്രിയിൽ പുക നിറഞ്ഞതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വിശദമായി പിന്നീട് പ്രതികരിക്കാമെന്ന് ആശുപത്രി സന്ദർശിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ഇവിടെ ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ സാങ്കേതികമായിട്ടുള്ള മറ്റു പരിശോധനകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും. എന്താണ് കാരണം എങ്ങനെയെന്നുള്ളതൊക്കെ വിശദമായിട്ടുള്ള പരിശോധനയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാനായിട്ട് കഴിയുക. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ബീച്ച് ആശുപത്രിയിലേക്കും സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. നിലവിൽ മെഡിക്കൽ കോളേജിൽ അടിയന്തര ചികിത്സ മുടങ്ങിയിരിക്കുകയാണ്. താൽക്കാലിക കാഷ്വാലിറ്റി പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അങ്ങനെ 5 പേരുടെ മരണത്തിന് ഇടയാക്കിയ സംഭവം നാടിനെ നടുക്കിയതാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ തന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയും ജീവൻ നിലനിർത്താൻ വേണ്ടിയും ഒക്കെ തന്നെ പോകുന്ന ഒരിടം അത് മരണത്തിന് വഴിയെടുക്കുന്ന ഒരിടമായി മാറുന്നെങ്കിൽ അവിടെ ഒരുപാട് അസ്വാഭാവികതകൾ ഉണ്ടായിട്ടുണ്ട്, ദുരൂഹതകൾ നിലനിൽക്കുന്നു. നമുക്ക് ആ നാടുമായി പ്രവർത്തിക്കുന്നവരുടെയും ഈ മേഖലയിലുള്ളവരുടെയും ഒക്കെ തന്നെ പ്രതികരണം തേടാം. ശ്രീ പ്രകാശ് ബാബു, BJP നേതാവ്, ദിനേശ് പെരുമണ്ണ HDS അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ്. GS ശ്രീകുമാർ, പൊതുപ്രവർത്തകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പ്രകാശ് ബാബു, ഈ അത്യാധുനികമായ രീതിയിൽ എല്ലാ സംവിധാനങ്ങളോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി, കേന്ദ്ര ഫണ്ടാൽ നിർമ്മിതമായിട്ടുള്ള ഒരു ആശുപത്രി, അവിടെ ഇങ്ങനെ ഒരു വലിയൊരു ദുരന്തം സംഭവിക്കുമ്പോൾ ആ ദുരന്തം സംഭവിക്കുന്ന സമയത്ത് നമ്മളതിനെ അപലപിക്കുന്നു. പക്ഷെ അതിനെ അപ്പുറത്തേക്ക് അതിലുണ്ടാകുന്ന ഒരുപാട് സംശയങ്ങൾ, ബന്ധുക്കൾ സംശയിക്കപ്പെടുന്ന കാര്യങ്ങൾ അത് ദൂരീകരിക്കപ്പെടണം. പക്ഷെ നമുക്കിപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ അടിമുടി സുരക്ഷാ വീഴ്ചയാണ്. ഇത്ര വലിയൊരു ആശുപത്രി ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? ഒരു കടലാസിൽ മാത്രമേ സുരക്ഷയുള്ളൂ എന്ന സ്വാഭാവികമായ സംശയം എൻ്റെ ലളിതയുക്തിയിൽ തോന്നുകയാണ്. താങ്കൾക്കും അതേ സംശയങ്ങളാണോ ഉള്ളത്? അല്ല, തീർച്ചയായിട്ടും നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും അഭിമാന സ്തംഭമായിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സമീപകാലത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ ദുരാവസ്ഥയാണ് ഈ എടുത്തു കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം, 195 കോടി രൂപ മുടക്കി 500 ബെഡുകളും 10 ഓപ്പറേഷൻ തിയേറ്ററുകൾ, 19 ICU ലിങ്ക്ഡ് റൂമുകൾ ഇതെല്ലാം സ്ഥാപിക്കാൻ വേണ്ടി 2 വർഷം മുമ്പ് നിർമ്മിച്ചിട്ടുള്ള ഒരു ആശുപത്രിയിൽ ആവശ്യത്തിന് സ്റ്റാഫില്ല, ആവശ്യത്തിനുള്ള സൗകര്യങ്ങളില്ല. ഇങ്ങനെ നിരന്തരമായിട്ട് ഈ ഒരു പൊതുസമൂഹത്തിൽ നിന്ന് ഈ ഒരു ആവശ്യം ഉയരുമ്പോഴാണ് ഇന്നലെ നാടിനെ നടുക്കിയിട്ടുള്ള ഈ അപകടമുണ്ടായിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, എത്ര ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ തന്നെയാണ് ഒരു കാഷ്വാലിറ്റി ഉണ്ടായിരിക്കുന്നത്, അത് മാറ്റിവെക്കാം. ശ്രീ പ്രകാശ് ബാബു, അതായത് സാങ്കേതിക വിഭാഗത്തിന്റെ അന്വേഷണം ഉണ്ടാകും, മെഡിക്കൽ ടീം രൂപീകരിച്ചുകൊണ്ട് ഈ മരണകാരണവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു അന്വേഷണവും ഉണ്ടാകും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉയർത്തിയ ചില ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പ്രസക്തിയും അത് ഈ അന്വേഷണ പരിധിയിൽ വരേണ്ടതായിട്ടുള്ളതിൻ്റെ അനിവാര്യത അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണോ ശ്രീ പ്രകാശ് ബാബു? അല്ല, ഒരിക്കലും ഇത് സംബന്ധിച്ച് ജനങ്ങളുടെ സംശയം ദൂരീകരിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയും ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോഴും പറഞ്ഞിട്ടില്ല. നോക്കൂ നിങ്ങൾ,
മെഡിക്കൽ കോളേജിൽ ഇതേ മന്ത്രി തന്നെ ഒരുപാട് തവണ റിപ്പോർട്ടും നടപടിയൊക്കെ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഹർഷിനയുടെ വയറ്റിൽ കത്തിപ്പോയി, ICUവിലെ റേപ്പ്, ഇതൊക്കെ നമുക്കറിയാം. ഞാൻ അതിലേക്ക് വരുന്നില്ല. നോക്കൂ, ഈ സംഭവത്തിൽ 151 പേരിൽ 37 പേരുടെ സ്വകാര്യ ആശുപത്രിയിലെ ചിലവ് മുഴുവൻ ഞങ്ങൾ വഹിക്കും എന്നുള്ള ഒരു മറുപടി കൃത്യമായിട്ട് പറയാൻ ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോഴും തയ്യാറായിട്ടില്ല. 1. 2, ഞാൻ പ്രതിക്കൂട്ടിലാകുന്ന ഒരു കേസിൽ ഞാൻ തന്നെ വിധി പറയുക എന്ന് പറയുന്നത് ഒരു സാമാന്യ നീതിക്ക്, ലോ ആൻഡ് ജസ്റ്റിസ് പോട്ടെ, സാമാന്യ നീതിക്ക് യോജിച്ചതാണ്. ഇവിടെ 4 പേരുടെ മരണം സംബന്ധിച്ച് പരാതി വന്നു. നോക്കൂ നിങ്ങൾ, ഇന്നലെ രാത്രി ഈ വെന്റിലേറ്ററിൽ ഇപ്പൊ അദ്ദേഹം ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി സൂപ്രണ്ടിന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞല്ലോ. നമ്മളെ സൂപ്രണ്ടിൻ്റെതും ഞാൻ കേട്ടു, മന്ത്രിയുടേതും കേട്ടു. നോക്കൂ നിങ്ങൾ, ICUവിൽ പോയിട്ട് സുഖചികിത്സയ്ക്കും അല്ലെങ്കിൽ ജന്മദിനാഘോഷിക്കാൻ വന്നതല്ലല്ലോ. കാർഡിയാക് അറസ്റ്റ് ഉൾപ്പെടെ മാരകമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള രോഗികൾ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. അവിടെയാണ് തീപിടുത്തം അല്ലെങ്കിൽ പുകമറ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ അത്രയധികം ഭയപ്പെട്ട് ആൾക്കാർ ഓടി രക്ഷപ്പെടുമ്പോൾ അവിടേക്ക് ചെല്ലുന്നവർ ഏത് രീതിയിലായിരുന്നു ഈ വെന്റിലേറ്ററുള്ള രോഗികളെ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യം? ഞങ്ങൾ മുന്നേ പറഞ്ഞൊരു കാര്യം, ആവശ്യത്തിനുള്ള സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നില്ല. സ്റ്റാഫ് പാറ്റേൺ കുറവായിരുന്നു. നല്ല രീതിയിലുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിൻഡ് സ്റ്റാഫ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 4-ൽ 3 പേരെങ്കിലും രക്ഷിക്കാമായിരുന്നു. വെന്റിലേറ്റർ ഉള്ളവരെ കൊണ്ടുവരുമ്പോൾ ഒരു സുരക്ഷയുമില്ലാതെ തോന്നിയ രീതിയിൽ ചിന്തിച്ചു നോക്കൂ. കാരണം ഒരു ആശുപത്രിയിൽ എമർജൻസി എക്സിറ്റ് ഉണ്ട്, അതായത് അടിയന്തര സാഹചര്യത്തിൽ രക്ഷാവഴി. അത് ആ സംവിധാനമുണ്ടോ? അവിടെ ഇല്ല. ഇവിടെ ഒരു ഇലക്ട്രിക്, ഈ പറയുന്ന PW ഇലക്ട്രിക് വിഭാഗമുണ്ടെന്ന് പറയുന്നത്, ആ വിഭാഗത്തിൽ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ഒരു വൈദഗ്ധ്യമുള്ള ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല എന്ന് സംശയിക്കപ്പെടേണ്ട സാഹചര്യമാണ്. പിന്നീട് ഈ പറയുന്ന പറയൂ. അല്ല, ഞാനൊരു കാര്യം കൂട്ടിച്ചേർത്തോട്ടെ. മന്ത്രി ഇവിടെ പറയേണ്ടത് സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ചുകൊണ്ട് ഇവിടെ സിവിൽ, ഇലക്ട്രിക്കൽ, ടെക്നിക്കൽ, ബയോമെഡിക്കൽ, അതേപോലെ തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി, ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള ആനുപാതികമായിട്ടുള്ള സ്റ്റാഫ് പാറ്റേൺ ഓരോ ബ്ലോക്കിലും ഉണ്ടായിരുന്നോ? ഇനി ഉണ്ടായിരുന്നെന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോഴും മന്ത്രി പറയുന്നത് PWD ഇലക്ട്രിക്കൽ അന്വേഷിക്കണം. അങ്ങനെയല്ലെന്ന് ഇത് അന്വേഷിക്കേണ്ടത് ഒരു വിദഗ്ധ ടീമാണ്. ആ വിദഗ്ധ ടീം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സിവിൽ വേണം, ഇലക്ട്രിക്കൽ വേണം, ടെക്നിക്കൽ വേണം, ബയോമെഡിക്കൽ വേണം, ഫയർ ആൻഡ് സേഫ്റ്റി വേണം. അങ്ങനെയുള്ളൊരു സംയുക്ത ടീമിന്റെ അന്വേഷണത്തിലൂടെ മാത്രമേ ഇത് കൊണ്ടുവരാൻ സാധിക്കൂ. കാരണം MRI സ്കാൻ ഫിലിപ്സിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് 100 kV UPS ആണ് വേണ്ടതെങ്കിൽ അത് 90 kV ആണ് ഇവർ വാങ്ങിയതെങ്കിൽ ഇവിടെ 195 കോടി രൂപയുടെ ഒരു വലിയ നിർമ്മാണ പ്രവൃത്തി 2 കൊല്ലം നടന്ന് ഒരു സ്റ്റാഫിനെയും സൗകര്യങ്ങളും ഇല്ലാത്തിടത്താണ്, ഇങ്ങനെ ഒരു പ്രവർത്തനം പോലും പൂർണ്ണമാകാത്തിടത്താണ് ഈ അപകടം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച ഇവിടെ വന്നിട്ടുണ്ട്. മാത്രമല്ല പോസ്റ്റ്മോർട്ടം ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുക. അത് മറ്റു വിദഗ്ധർ പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ പോരാ, പുറമേ ഉള്ള മെഡിക്കൽ കോളേജിലൂടെ വിദഗ്ധ ഡോക്ടറുടെ സാന്നിധ്യത്തിൽ ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടത്തണം. അല്ലെങ്കിൽ പല ഈ മന്ത്രിയും സൂപ്രണ്ടും പ്രിൻസിപ്പാളും പറഞ്ഞതിനപ്പുറത്ത് ഇവിടെയുള്ള ഡോക്ടർമാർ, ഇവിടെയുള്ള ഫോറൻസിക് വിദഗ്ധർ നമ്മൾ കണ്ടു പല മനസ്സലിവില്ലാത്ത റിസൾട്ടാണ് ഉണ്ടായിട്ടത്. പ്രഖ്യാപനം വാദോരാതെ അത് നടത്തിപ്പോകുന്ന മന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. ഈ 4 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമാണുള്ളത്. മാത്രമല്ല നോക്കൂ, അവിടെ ഈ പോയി പ്രൈവറ്റ് ആശുപത്രിയിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴെന്താണ് ആളുകൾ ഓടിപ്പായുകയാണ്, എങ്ങോട്ടെങ്കിലുമൊക്കെ അവർ കിട്ടുന്ന വഴിക്ക് പോവുകയാണ്. അവിടെ പ്രൈവറ്റ് ആശുപത്രി തേടുക സ്വാഭാവികമാണ്. അപ്പോൾ അവരുടെ ചികിത്സയ്ക്ക് പോലും ചോദിക്കുമ്പോഴാണ് ഉടനടി പറയണം അവരുടെ ചികിത്സയൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്, ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കേണ്ട മന്ത്രിയാണ്. അപ്പോൾ ഈ പ്രഖ്യാപനങ്ങളെ ഈ മറ്റ് ആശുപത്രിയുടെ കൂടി വിദഗ്ധരെ ചേർത്ത് ഞങ്ങൾ ഒരു ടീമിനെ, ഈ ഇപ്പോൾ നിലവിലൊരു പ്രഖ്യാപിക്കുന്ന ടീമിനൊപ്പം ഉൾപ്പെടുത്താമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വിശ്വാസ്യതയ്ക്കും ഈ പ്രഖ്യാപനങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നാണോ താങ്കൾ പറയുന്നത്? അത് മുൻകാല അനുഭവങ്ങൾ കൊണ്ടാണോ? നമുക്ക് ഈ ബഹുമാനപ്പെട്ട കേരളത്തിൽ ആരോഗ്യമന്ത്രിയുടെ വാക്കും കീറിയ ചാക്കും ഒരുപോലെയാണെന്ന് മുൻകാല അനുഭവങ്ങൾ വ്യക്തമാണ്. നോക്കൂ, നമ്മുടെ കൺമുന്നിലുള്ള അതിജീവിത ICUവിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട അതിജീവിതയുമായി ബന്ധപ്പെട്ട പ്രതികളെ സംരക്ഷിച്ചില്ലേ? എന്തായിരുന്നു മന്ത്രി പറഞ്ഞത്? നടപടിയെടുക്കുന്നല്ലേ? ഹർഷിനയുടെ വയറ്റിലെ കത്രിക കുടുങ്ങി, എന്ത് നടപടിയെടുത്തു? ആരെയാ സംരക്ഷിച്ചുള്ളൂ? അതുകൊണ്ട് ഈ മന്ത്രി കോഴിക്കോട്ട് വന്നിട്ട് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തിയാൽ അതങ്ങ് വിശ്വസിച്ചു പോകുന്നവരാണോ ഈ കോഴിക്കോട്ടെ ജനത?
നല്ല അന്തസ്സോടുകൂടി കേരളത്തിന്റെ ഈ ആരോഗ്യമന്ത്രി മലബാറിലെ മാത്രമല്ല ഇന്ത്യയിലെ നമ്പർ 1 ആരോഗ്യ കേന്ദ്രത്തെ തകർത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ മന്ത്രിക്കാണെന്നേ. നോക്കൂ നിങ്ങൾ, 1 മാസം മുന്നേ വരെ രോഗികൾ മരുന്നില്ല, ഡോക്ടറില്ല, നേഴ്സില്ല, ഡയാലിസിസ് പോലും നടക്കാത്ത, സർജറി കിറ്റില്ലെന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിലെ സർജറിക്ക് വേണ്ടി കാത്തിരുന്നവരെ മടക്കി അയച്ചിട്ടുള്ള ഈ ആശുപത്രിയിൽ വന്ന് ഈ മന്ത്രി ഈ ധിക്കാരപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും നടത്തേണ്ട. എന്തായാലും ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമാണ്, ഇത് മരണം കാത്തുകിടക്കുകയാണ് ഈ മെഡിക്കൽ കോളേജിൽ. ഇത് കൊലക്ക് കൊടുത്തതാണ്, സർക്കാർ സ്പോൺസേർഡ് കൂട്ടക്കൊലയാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള പുറത്തു നിന്നുള്ള വിദഗ്ധരെ കൊണ്ട് അന്വേഷണം നടത്തി, ഞാൻ ഈ പറഞ്ഞൊരു ടെക്നിക്കൽ എക്സ്പേർട്ടിന്റെ ഒരു ടീമിനെ വെച്ച് അന്വേഷണം നടത്തി യഥാർത്ഥത്തിലുള്ള ഒരു റിപ്പോർട്ട് പൊതുസമൂഹത്തിന് പ്രകാശ് ബാബു ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെടുന്നത്. അതായത് ചില്ലറ കാര്യമല്ല ഇത്. നേരത്തെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ പോലെയുള്ള 4-5 പേരുടെ മരണം, അതിന്റെ കൃത്യമായ കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഒരു സമഗ്രമായ വിശ്വാസയോഗ്യമായ അന്വേഷണമാണ് അവർ ആവശ്യപ്പെടുന്നത്. ശ്രീ ദിനേശ് പെരുമണ്ണ, നോക്കൂ, നമ്മൾ സാങ്കേതികമായി എത്രത്തോളം വൈദഗ്ധ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അതിൽ പരിമിതിയുണ്ട്. പക്ഷേ എന്താണ്, നമുക്ക് ചില ലളിതമായ യുക്തിയിൽ സാമാന്യജനം ചോദിക്കുന്ന പോലെ ചില ചോദ്യങ്ങളാണ് ഞാൻ നേരത്തെ ഉന്നയിച്ചത്. എന്താണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയ ഒരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ സമയത്ത് സ്വീകരിക്കേണ്ട മാർഗങ്ങൾ, അപ്പോൾ അതുപോലും അവിടെ പ്രഥമ ദൃഷ്ടിയ ഇല്ല എന്ന് ബോധ്യപ്പെടുകയാണ്. എല്ലാ വാതിലുകളും അടഞ്ഞ സ്ഥിതിയിലേക്ക് പോയിരിക്കുന്നു എന്ന് വ്യക്തമാണ്. അപ്പോൾ ഈ വിളിച്ചു വരുത്തിയ ഒരു അപകടം തന്നെ എന്ന നിലയിലേക്കാണോ, ഈ ബന്ധുക്കളുടെയൊക്കെ സംശയത്തിന് അടിസ്ഥാനമുണ്ടെന്നാണോ നിങ്ങളും പറയുന്നത്? തീർച്ചയായിട്ടും ബന്ധുക്കളുടെ മാത്രം സംശയമല്ല, പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ സംശയമാണിത്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള ഈ ദാരുണമായ സംഭവം സർക്കാർ വിളിച്ചു വരുത്തിയിട്ടുള്ള സംഭവങ്ങളാണ്. ഇത് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്ന മോർച്ചറിക്ക് മുൻപിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ നിരന്തരം സമരങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ എന്തിനാണ് നടന്നത്? ഒരു മാസങ്ങൾക്ക് മുൻപ് മരുന്നില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങളിവിടെ സമരം ചെയ്തു. ഇന്നലെ പുക ഉയർന്നു വന്ന PMSSY എന്ന് പറയുന്ന കെട്ടിടത്തിൽ ആവശ്യമായ തസ്തിക സൃഷ്ടിച്ച ജീവനക്കാരെ നിയമിച്ചോ ഈ സർക്കാർ? ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം എന്താണ് ഒരുക്കിയിട്ടുള്ളത്? 4 കുറ്റികൾ ചുമരിൻ്റെ മുകളിൽ വെച്ച് അതിൻ്റെ മേലെ എല്ലാം പ്രതിരോധിക്കാമെന്നുള്ള ധാരണയിലാണോ ഈ സർക്കാർ നിന്നത്? ആരോഗ്യവകുപ്പ് മന്ത്രി എന്താ പറയുന്നത്? ഇതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ ഹർഷിനയുടെ സമരസമിതി ചെയർമാനാണ്. എൻ്റെ മുന്നിൽ വെച്ചാണ് ഹർഷിനയെ തലോടിക്കൊണ്ട് പറഞ്ഞത്, ഹർഷിന എൻ്റെ മകൾക്ക് തുല്യമാണെന്ന്, ഒപ്പമുണ്ടാകുമെന്ന്. ഈ മന്ത്രി ഉണ്ടായോ? ഇവിടെ ICU പീഡന കേസ് ഞാൻ ആവർത്തിക്കുന്നില്ല, ഇവിടെ ഈ ചർച്ചയിൽ പറഞ്ഞതുകൊണ്ട്. വാക്കുകൾ പറയുന്നത് പാലിക്കാൻ കഴിയാത്ത ആരോഗ്യവകുപ്പ് മന്ത്രി ഇതൊരു അധോലോക സംവിധാനം പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചില ആളുകൾ പ്രവർത്തിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഇതിപ്പോൾ തെറ്റുകാരാരാണെന്ന് പോലും കണ്ടെടുക്കാത്ത രീതിയിലേക്ക് പോകുമോ കാര്യങ്ങൾ? കാരണം സാങ്കേതിക പരിജ്ഞാനം ഒക്കെ ഇല്ലാത്ത ആളുകളാണ് സാമാന്യമായി. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടേക്ക് ആർക്കും കയറി ചെല്ലാൻ പോലും കഴിയാത്ത രീതിയിൽ ഇരുമ്പ് മറ കെട്ടിയൊരു സംവിധാനമാണെന്ന് അവിടുത്തെ HDC അംഗങ്ങൾ പോലും പറയുന്നു, അവിടെയുള്ള ജനപ്രതിനിധികൾ പലരും പറയുന്നുണ്ട്. അപ്പോൾ ഈ അന്വേഷണത്തിൽ നിന്നും ഇപ്പോൾ 2 അന്വേഷണം മന്ത്രിയുടെ വാക്കുകൾ കേട്ടുമല്ലോ, വരട്ടെ നോക്കാം, അവർ പരിശോധിക്കുമല്ലോ, അതിങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് റിസൾട്ടാണ് ഇതിൽ നിന്ന് ഉണ്ടാകേണ്ടത്? പോയ ആളുകൾക്ക്, നഷ്ടപ്പെട്ട ആളുകൾക്ക് നഷ്ടപ്പെട്ടു, അത് മാത്രം സഹിക്കേണ്ടി വരുമല്ലേ? അല്ല, മന്ത്രി ഇവിടെ പറഞ്ഞത് PWD ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണം, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ അന്വേഷണം, ഇതൊക്കെ നടന്നു വരുമെന്നാണ്. ഞാൻ ചോദിക്കുന്നത്, PWD ഇലക്ട്രിക്കൽ വിങ്ങിൻ്റെ ഒരു യൂണിറ്റ് ഇവിടെ ഉണ്ട് എന്നാണ്. ഇത് KSCB കോവൂർ സെക്ഷൻ്റെ കീഴിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 27,000 വരുന്ന കൺസ്യൂമേഴ്സ് ഉള്ള ഒരു KSCB ഡിവിഷൻ. ഇവിടെ ജനങ്ങളുടെ വീടുകളിൽ ചെന്ന് തന്നെ ഇവിടെയുള്ള KSCB കോവൂർ സെക്ഷനിലെ ജീവനക്കാർക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. ഇതിന് കീഴിലുള്ള PWD ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ ഒരു യൂണിറ്റ് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പ്രാഥമികമായിട്ടുള്ള അവരുടേതായിട്ടുള്ള റിപ്പോർട്ടിൽ അറിയിപ്പിൽ വന്നത് ദൈനംദിന പരിശോധന നടക്കുന്നില്ല എന്നാണ്. ഈ PWD ഇലക്ട്രിക്കൽ യൂണിറ്റിൻ്റെ ദൈനംദിനമായ പരിശോധന ഈ മെഡിക്കൽ കോളേജിനകത്ത് നടക്കുന്നുണ്ടോ? ഫയർ ഫൈറ്റ് ചെയ്യാനുള്ള എന്ത് സംവിധാനമാണ് ഇത്രയും വലിയ ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ഈ ആരോഗ്യ വകുപ്പ് ചെയ്തിട്ടുള്ളത്? നടന്ന സംഭവത്തെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുമെന്നല്ല, നടന്ന ദുരന്തം വരുത്തി തീർത്തത് ഈ ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ടതല്ലേ, ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥ കൊണ്ടല്ലേ?
ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നലെ ഇവിടെ ഈ വ്യാപകമായി ഇവിടെ കരണ്ട് പോവുകയും ഇടിമിന്നൽ ഉണ്ടായിരുന്ന സംഭവത്തിൽ അതിനുള്ള കപ്പാസിറ്റിയുള്ള സംവിധാനങ്ങൾ ഇതിനകത്തില്ല. ഫിലിപ്സിന്റെ മെഷീന്റെ മേന്മയൊക്കെ മന്ത്രി പറഞ്ഞ് അത് വലുതാണ് എന്നൊക്കെ പറഞ്ഞാലൊന്നും ഞങ്ങൾ അനുവദിക്കാൻ തയ്യാറല്ല. 2 വർഷം മാത്രമാണ് PMSSY കെട്ടിടത്തിന്റെ ഈ പഴക്കമുള്ളത്. 2 വർഷം. ഈ 2 വർഷത്തിനകത്ത് PMSSY കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലെ നിലയിലേക്ക് ഡോക്ടർമാർ പോകാറില്ല, ആരോഗ്യ പ്രവർത്തകർ പോകാറില്ല. അവിടെ പ്രവർത്തിക്കുന്നില്ല, ചോർന്നൊലിക്കുന്നു. എയർ കണ്ടീഷൻ അവിടെ ചോർന്നൊലിക്കുന്നു. ഈ പുതിയ കെട്ടിടത്തിനകത്ത് ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടെ മെഡിക്കൽ കോളേജിൻ്റെ പ്രധാനമായ കവാടത്തിലേക്ക് വരുന്ന ആ റോഡിൻ്റെ വലതുവശത്തായിട്ട് അവിടെ അടച്ചുപൂട്ടിയിരിക്കുക. ഒരു ചെറിയ 2 ഫൂട്ട് വഴി മാത്രമാണ് അതിനേക്ക് അകത്തേക്ക് കയറാനുള്ളത്. ഇത്തരം ഒരു സംഭവം ഉണ്ടായാൽ ഫയർ സർവീസിന് കടന്നു വരാൻ, രോഗികളെ ആംബുലൻസിൽ കൊണ്ടുപോകാൻ ഇവിടെയുള്ള മുഴുവൻ കോമ്പൗണ്ടുകളും ചുറ്റുമതിലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇതിനകത്ത് എങ്ങോട്ട് പോകാൻ കഴിയാത്ത രീതിയിലേക്ക് അനാസ്ഥകളുടെ ഒരുപാട് ഇങ്ങനെ ഒരു ചരടിൽ കുരുത്തിട്ടതുപോലെ അനാസ്ഥകളുടെ മേളമാണുള്ളത്. സമയക്കുറവ് കൊണ്ടാണ്. കാരണം ഇതൊക്കെ വലിയ മേന്മ നടിക്കുന്നുണ്ട്. ബഹുനില വലിയ കെട്ടിടമാണ്. വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിനേക്കാൾ വലിയ രീതിയിലുള്ള സൗകര്യങ്ങളാണ് അവിടെ ഉള്ളത് എന്നൊക്കെ മേന്മ പറയുമ്പോഴും അകത്തെ അവസ്ഥ ഇതാണ്. അത് പരിതാപകരമാണ്. ശ്രീ GS ശ്രീകുമാർ, പൊതുപ്രവർത്തനാണല്ലോ താങ്കൾ, ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണല്ലോ. കാരണം സാമാന്യമായി ഒരു ഇടിമിന്നൽ ഉണ്ടായാൽ പോലും അവിടെ സർക്കുലേറ്റ് ബോർഡൊക്കെ ഓഫാകും. പിന്നീട് ഈ പറയുമല്ലോ പുക അലാറം, സ്വാഭാവികമായി അടിക്കും. ഇതൊക്കെ സാമാന്യമായി നമ്മളെല്ലാം ഒരു ചെറിയ കെട്ടിടത്തിൽ പോലും ഉണ്ടാകേണ്ട സുരക്ഷാ സംവിധാനങ്ങളാണ്. അപ്പോൾ ഒരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഘട്ടം വരുമ്പോൾ അതുപോലും മാനേജ് ചെയ്യാൻ കഴിയാത്തൊരു സംവിധാനമാണ് ഇത് മാറുന്നെങ്കിൽ ഒരു സ്റ്റാമ്പേഡൊക്കെ നമ്മൾ മുന്നിൽ കാണേണ്ടതാണ് എന്ന് പറയുന്നത് പോലെ ഇത്തരം ദുരന്തങ്ങളും നമ്മൾ മുന്നിൽ കാണേണ്ടതാണ്. അപ്പോൾ ഇത് വരുത്തി വെച്ച ദുരന്തമാണോ ശ്രീ GS ശ്രീകുമാർ? തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് മന്ത്രി വന്നു, വാർത്താ ലേഖകരെ കണ്ടു, കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഒഴുക്കൻ മട്ടിൽ പോയി എന്നുള്ളതല്ലാതെ ഇതിൽ കാര്യമായ ഒരു ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. മറ്റൊരു കാര്യം, ഇത് പ്രധാനമായിട്ടും 3 വകുപ്പുകളുടെ വലിയ വീഴ്ചയും പരാജയവുമാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ തന്നെ വകുപ്പായ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ വളരെ ദയനീയമായ പ്രകടനമാണ് അവിടെ ആശുപത്രി, അവിടെ മാത്രമല്ല എല്ലാ മെഡിക്കൽ കോളേജിലും ഉള്ളത്. പല സ്ഥലത്തും ക്ലിയറൻസ് ഇല്ല, അതവിടെ നിൽക്കട്ടെ. 2, ആരോഗ്യ വകുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യ സ്ഥാപനങ്ങളിൽ, മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ PWD ഇലക്ട്രിക് വിങ്. ഈ ഇലക്ട്രിക് വിങ് എന്ന് പറയുന്നത് പല മെഡിക്കൽ കോളേജുകൾ ഒരു വിങ് എന്ന പേരുണ്ട്, പക്ഷേ അവിടെ ജീവനക്കാരുണ്ടാവും. AE ഉണ്ടാവില്ല, ഓവർസിയർ ഉണ്ടാവും, മറ്റാരും തന്നെ ഉണ്ടാവില്ല. കാരണം ഈ മെഡിക്കൽ കോളേജുകളിലെല്ലാം തന്നെ മറ്റേതെങ്കിലും ഒരു ഓഫീസിലെ ആളിനെ ചാർജ് കൊടുത്തിരിക്കും. അവർ ഒരിക്കൽ പോലും ഈ ആശുപത്രിയിൽ തിരിഞ്ഞു നോക്കാറില്ല. ഈ മെഡിക്കൽ കോളേജുകളിലെ ഇലക്ട്രിക് വിങ് ഇതെല്ലാം പരിശോധിച്ച് കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കി അത് ആരോഗ്യ വകുപ്പിന് കൈമാറി അവിടെ നിന്ന് ഫണ്ട് തിരിച്ച് ഇലക്ട്രിക് വിങ്ങിൽ കൊടുക്കുമ്പോഴാണ് ഈ പണികളെല്ലാം നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നടക്കുന്നില്ല. അപ്പോൾ ആരോഗ്യ വകുപ്പും മുഖ്യമന്ത്രിയുടെ വകുപ്പും റിയാസിൻ്റെ വകുപ്പ് 3 പേരുടെയും വൻപിച്ച ഒരു പരാജയത്തെ പൊതുസമൂഹത്തിനെ അറിയിക്കാത്ത തരത്തിൽ ഒരു വെള്ളപൂശൽ നടപടി എന്നുള്ള നിലയ്ക്ക് മന്ത്രി ഒരു പത്ര സമ്മേളനം നടത്തി പിരിഞ്ഞു പോവുകയാണ്. ഇതിൻ്റെ ഗുരുതരമായ വീഴ്ച എന്ന് പറയുന്നത് ഇത് പഴയ ഒരു കെട്ടിടമല്ല. 2-3 വർഷം മാത്രമായ ഒരു കെട്ടിടത്തിൽ ഇങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. മന്ത്രി ഫയർ ആൻഡ് സേഫ്റ്റിയെയും വെള്ളപൂശുന്ന നടപടിയാണ് അതിനകത്ത് സംസാരിച്ചത്. അവിടെ പുക വന്നപ്പോൾ സാധാരണ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഉപകരണങ്ങൾ പുക വരുമ്പോൾ സൗണ്ട് അലാറം ഉണ്ടാവും. അതുപോലെ തന്നെ അതിൽ നിന്ന് വെള്ളം ചീറ്റി ഈ തീ അണയ്ക്കുന്ന ഒരു സംവിധാനവും അതിൻ്റെ കൂടെ തന്നെ പ്രവർത്തിക്കേണ്ട, അതൊന്നും അവിടെ പ്രവർത്തിച്ചതായിട്ട് കാണുന്നില്ല. പക്ഷേ ഈ മുഖ്യമന്ത്രിയെയും PWD മന്ത്രിയും വെള്ളപൂശുന്ന തരത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയാലൊന്നും ഇത് സാധ്യമാവില്ല. തിരുവനന്തപുരത്ത് SATയിൽ കറണ്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഇലക്ട്രിക് വിങ് ഉണ്ടായിരുന്നു. അവർ എത്രയോ നാളുകളായി അവിടെ ഉണ്ടായിരുന്നിട്ടും അവിടെ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് കണ്ടെത്തിയാൽ അത് പരിശോധിക്കാനോ നടപടി സ്വീകരിക്കാനോ അവർ തയ്യാറായില്ല. അവിടെ എന്ത് സംഭവിച്ചു എന്നാൽ AE ഓവർസിയറെ ഉൾപ്പെടെ ഉള്ളവരെ സസ്പെൻഡ് ചെയ്തു. ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇലക്ട്രിക് വിങ്ങിൽ ഒരു സ്റ്റാഫ് പോലും ഇല്ല. സെക്രട്ടേറിയറ്റിലെ ഒരു സ്റ്റാഫിന് ചുമതല കൊടുത്തിരിക്കുന്നു. സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫ് ഒരിക്കൽ പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്ന് നോക്കുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്നു, കേരളത്തിലെ 14 മെഡിക്കൽ കോളേജുകളിൽ ഇലക്ട്രിക് വിങ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് പറയുവാൻ ആരോഗ്യമന്ത്രി കഴിയുമോ?
കഴിയില്ല. കാരണം ഒരിടത്തും ഇലക്ട്രിക് വിങ് പ്രവർത്തിക്കുന്നില്ല. പേരിന് ഒരു ഇലക്ട്രിക് വിങ് ഉണ്ടാവും, ഒരു ഉദ്യോഗസ്ഥനും അവിടെ ഉണ്ടാകില്ല. മറ്റേതെങ്കിലും ഓഫീസിലെ ഉദ്യോഗസ്ഥന് ചുമതല കൊടുത്ത് ഒരു നേർച്ചയായിട്ട് മാത്രമാണ് നടക്കുന്നത്. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഈ അപകട സാധ്യത ഇനിയും കൂടുതൽ വരാനിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ എന്ത് സംഭവിച്ചാലും റിപ്പോർട്ട് ആവശ്യപ്പെടും. എന്ത് സംഭവിച്ചാലും ശ്രീകുമാർ, അതായത് നമ്മൾ ചികിത്സ തേടി ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ആശുപത്രിയിലേക്ക് ആതുരാലയത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ വെള്ളത്തുണിയിൽ തിരിച്ച് അവരെ പുതച്ചു കൊണ്ടുപോകേണ്ട അവസ്ഥയാണെങ്കിൽ ഈ ആരോഗ്യമന്ത്രി പഠിച്ചു വെച്ചിരിക്കുന്ന ചില പഴയ പല്ലവികളുണ്ടല്ലോ, അത് വന്ന് വീണ്ടും അങ്ങനെ മാധ്യമങ്ങളോട് പറഞ്ഞു പോകേണ്ടതല്ല. ഇതിൽ അനാസ്ഥയുടെ ഒരുപാട് കൊടുമുടി പോലെ പല കാര്യങ്ങളും പ്രഥമ ദൃഷ്ട്യാ തന്നെ സാമാന്യ ജനതയ്ക്ക് സംശയിക്കുന്ന തരത്തിലേക്ക് നിൽപ്പുണ്ട്. തങ്ങളുടെ ആശ്രിതർ എങ്ങനെയാണ് മരിച്ചത് എന്ന് അവരുടെ ബന്ധുക്കൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. സമഗ്രമായ രീതിയിൽ നടപടികൾ ഉണ്ടാകണം, പരിശോധനകൾ ഉണ്ടാകണം, റിപ്പോർട്ടുകളുണ്ട്. ഒരു റിപ്പോർട്ടെങ്കിലും മന്ത്രി ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റി തീപ്പൊള്ളലേറ്റ് കാഷ്വാലിറ്റിക്ക് മുമ്പിൽ തറയിൽ കിടന്ന് മരിക്കേണ്ടി വന്ന ഒരാളുണ്ടല്ലോ, അങ്ങനെയുള്ള എത്രയോ റിപ്പോർട്ടുകൾ മന്ത്രി കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാം. തീർച്ചയായും അതാണ്. എന്തായാലും വളരെയധികം നന്ദി ശ്രീ പ്രകാശ് ബാബു, ഒപ്പം ദിനേശ് പെരുമണ്ണ, ശ്രീകുമാർ, നിങ്ങളുടെ നിലപാടുകൾ അറിയിച്ചത്. മന്ത്രിയുടെ